It is a crime not to give a short message. Since Emmanuel അച്ഛൻ നമുക്ക് മെസ്സേജ് തരത്തില്ല തീരുമാനിച്ച കാരണം ഒരു ചെറിയ മെസ്സേജ് മാത്രം. അച്ഛന് മെസ്സേജ് വരുന്നേ ഉള്ളൂ കേട്ടോ, പേടിക്കണ്ട. റെക്കോർഡിങ്ങും മൈക്കും എല്ലാം കൂടെ ഞാൻ നെർവസാണ് ഒന്നാമത് കേട്ടോ. അല്ല റെക്കോർഡ് ചെയ്യുന്നില്ലായിരുന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സെൻട്രൽ തീം ഈസ് ഹ്യൂമിലിറ്റി. ബി ഹംബിൾ, എന്നാൽ നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് കയറാം എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നുണ്ട്, നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോൾ പെട്ടെന്ന് പറയും വേണ്ട ഞാൻ പുറകെ ഇരുന്നോളാം, എനിക്ക് മുന്നോട്ട് പോകണ്ട. പള്ളിയിൽ പോകുമ്പോഴാണ് കൂടുതലും പറയാറ് കേട്ടോ. പള്ളിയിൽ പോകുന്നത് വെച്ചാൽ ഒരു ഉപമയുണ്ട് പള്ളിയിൽ, അത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ചുങ്കക്കാരനും ഫരിസേയനും കൂടെ പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ എന്നാ പറ്റിയെന്നറിയാവോ? ചുങ്കക്കാരൻ പുറകിൽ നിന്നു, ഫരിസേയരും മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാനിവനെ പോലെയൊന്നും അല്ല, ഞാൻ എൻ്റെ ഭീതമെല്ലാം കൊടുക്കുന്നുണ്ട്, എല്ലാം നന്മയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചുങ്കക്കാരൻ പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ഭാവിയാണ്, എന്നെ കാരണമാകുന്നവേ. ആ ഉപമ കേട്ട പിന്നെ നമ്മുടെ ആൾക്കാർ വിശ്വാസികൾ കൂടുതലും പുറകിലേ നിൽക്കുകയുള്ളൂ. എന്താ പ്രാർത്ഥിക്കാൻ വേണ്ടി കേട്ടോ. ഇവിടെ കണ്ടില്ല, ഇവിടെ കസേര ഇല്ലാത്തതുകൊണ്ടായിരിക്കും, പക്ഷെ ഉണ്ടായിരുന്നെ കണ്ടേനെ. അങ്ങനെ ആ ഹ്യൂമിലിറ്റി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബി ഹംബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. പോപ്പ് ഫ്രാൻസിസ് 3 സ്റ്റെപ്പ് ഹ്യൂമിലിറ്റിയെ പറ്റി 3 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് സെൽഫ് ഫോർഗീവ്നെസ്. പലപ്പോഴും നമ്മളെ തന്നെ ക്ഷമിക്കാൻ തയ്യാറാകാത്ത ഒരു നിമിഷം. പോപ്പ് അതിൻ്റേതായ അർത്ഥത്തിൽ നമ്മളോട് പറയുകയാണ്, നമ്മളോട് ക്ഷമിക്കണം. നമ്മളെ തന്നെ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ലിമിറ്റേഷനും നമ്മുടെ കുറവുകളും നമ്മുടെ കാഴ്ചപ്പാടുകളും എല്ലാം നമ്മളെ മനസ്സിലാക്കണം. എല്ലാവർക്കും ഉണ്ട് ഒരു ഹിസ്റ്ററി. എല്ലാ ഹിസ്റ്ററിയും നല്ലതും ചള്ളുമാണ്. ആ ഹിസ്റ്ററിയെ നമ്മൾ പ്രാർത്ഥനയിലാക്കി മാറ്റണം. അവിടുന്ന് ആ ഫോർഗീവ്നെസ്സിൽ നമ്മൾ റൈസ് ചെയ്യണം. അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഉദാഹരണമാണ് സെൻറ്റ് അഗസ്റ്റിൻ. നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫീസ്റ്റ് ചർച്ചിലെ ഞായറാഴ്ചകളിൽ ഫീസ്റ്റ് ആഘോഷിക്കുകയല്ല, കർത്താവിൻ്റെ ദിവസമായതുകൊണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇന്ന് സെൻറ്റ് അഗസ്റ്റിൻ്റെ ഫീസ്റ്റായി ആഘോഷിച്ചേനെ. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഫീസ്റ്റ്, മോണിക്കയുടെ. നിങ്ങൾ പലരും പറയും എൻ്റെ മോൻ്റെ ഫീസ്റ്റ് നാളെ ആയിരിക്കും, ഞാനിന്നും എൻ്റെ ഫീസ്റ്റും ആഘോഷിക്കുമെന്ന്. അമ്മമാർ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ടെന്നറിയാം. സെൻറ്റ് അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ കാണിച്ച ഒരു സംഭവമാണ്. ഹിസ്റ്ററി, പാസ്റ്റ് അദ്ദേഹത്തിൻ്റെ ലോഞ്ച് പാടായി ഉപയോഗിച്ചു. തെറ്റുകളിൽ നിന്ന് മാറി അദ്ദേഹത്തെ ക്ഷമിക്കുവാൻ കഴിഞ്ഞു. ആ ക്ഷമയിൽ വ്യതിചലിച്ച് സഭയിലെ നമ്മുടെ ഇതിലെ ഏറ്റവും വലിയ വിശുദ്ധനായി മാറാൻ കഴിഞ്ഞു സെൻറ്റ് അഗസ്റ്റിന്. അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ നമ്മൾ നോക്കിയാൽ ആ വിശ്വാസത്തിൻ്റെ തത്വങ്ങൾ നമുക്ക് മനസ്സിലാവും. പോപ്പും നമ്മളോട് പറയുന്ന ഇതാണ്, നമ്മുടെ പുറകോട്ടുള്ള കാര്യങ്ങൾ, പാസ്റ്റുകൾ, നമ്മുടെ ലിമിറ്റേഷനുകൾ, അതെല്ലാം നമ്മൾ പൊറുക്കുവാൻ കഴിയണം. നമ്മൾ വിശ്വസിക്കുന്നുണ്ട് സംസാരം എന്ന കൂദാശയിൽ പോകുമ്പോൾ നമ്മുടെ തമ്പുരാൻ നമ്മളോട് ക്ഷമിക്കുന്നുണ്ട് എന്ന്. എങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിച്ചുകൂടാ? പലപ്പോഴും കുമ്പസാരിക്കാനിരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു സംഭവമാണ്, അച്ഛൻ ഞാനിത് പണ്ട് പറഞ്ഞ പാവങ്ങളാണ്, അച്ഛൻ ഞാനിത് ചെറുപ്പത്തിൽ പറഞ്ഞതാണ്, എന്നാൽ എൻ്റെ മനസ്സിൽ നിങ്ങൾ തികട്ടി വരികയാണ് പിന്നെയും. ചോദ്യം ഇതാണ്, വിശ്വാസം. നമ്മുടെ തമ്പുരാനോട് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മളോട് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വിശ്വസിക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. ആ ക്ഷമ, ആ വിശ്വാസം ചലഞ്ച് ചെയ്യുകയാണ്. ബ്രദർ പോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്നറിയാം. വിശ്വാസത്തിൻ്റെ ആ ചെറിയ കടുകുമണിയോളമുള്ളെങ്കിൽ അതും വലിയ മരങ്ങളെ വരെ മാറ്റാൻ കഴിയുമെങ്കിൽ നമ്മുടെ പാസ്റ്റും നമുക്ക് മാറ്റാൻ കഴിയില്ലേ എന്ന്. പ്രിയമുള്ളവരെ, പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിത്രയാണ്, ആദ്യം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുവാനും നമ്മളെ ക്ഷമിക്കുവാനും നമ്മളോട് ക്ഷമിക്കുവാനും നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന്.
നടയാണല്ലോ, 3 സ്റ്റെപ്പ് ഉണ്ടാവും. ഇന്ന് കയറാൻ 2ലേക്ക് പോകാൻ പറ്റിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാണ്: നമ്മളോട് ക്ഷമിക്കുമ്പോൾ, നമുക്ക് തന്നെ നമ്മളോട് ക്ഷമിക്കാൻ കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരോടും ക്ഷമിക്കുവാൻ കഴിയും. നമുക്ക് ക്ഷമിക്കുവാൻ നമ്മളോട് കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് തീർത്ത് പറയുന്നു, നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയില്ല. നമ്മുടെ തമ്പുരാനോട് നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ പാവങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ തെറ്റുകൾ ക്ഷമിക്കണമേ. എങ്ങനെയാ? ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ. പ്രിയമുള്ളവരെ, അതിന് കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവേ ഇനി തൊട്ട് ചെല്ലരുത് കേട്ടോ. നമ്മൾ തമ്പുരാനോട് പറയുന്ന വാഗ്ദാനമാണ്. ആ തമ്പുരാനോട് പറഞ്ഞതാണ്, എന്നെ വിധിക്കുക, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ. ഞാൻ ക്ഷമിച്ചില്ലേ വേണ്ട. നമുക്ക് ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ നമ്മളെ തന്നെ ക്ഷമിച്ച് എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുള്ളൂ. മൂന്നാമത്തെ കാര്യമാണ്, സമയമില്ല, ആരാധനയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചുരുക്കുവാണ്. ബ്രദർ പറയുന്ന പോലെ സമയം ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കി പറയുകയാണ്. മൂന്നാമത്തെ കാര്യമാണ് കർട്ടസി. മറ്റുള്ളവരോട് എങ്ങനെ നമുക്ക് പെരുമാറാൻ കഴിയണം. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും മറ്റുള്ളവരിലേക്ക് പ്ലേസ് ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കിത് കിട്ടണേ, എനിക്ക് നല്ല ജോലി കിട്ടണമേ, എനിക്ക് നല്ല കാലാവസ്ഥ കിട്ടണമേ, ഞാൻ പോകുമ്പം കാലാവസ്ഥ എല്ലാം നല്ലതായിരിക്കണം, മഞ്ഞുണ്ടാവരുത്, മഴയുണ്ടാകരുത്, എൻ്റെ പിള്ളേർക്ക് സുഖമായിരിക്കണം, എൻ്റെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്ക് സുഖമായിരിക്കണേ. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും. പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് അവരെ നമ്മുടെ സ്ഥാനങ്ങളിലേക്ക് പ്ലേസ് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്ന്? അങ്ങനെ സംഭവിക്കും. വേറൊന്നുമല്ല, നമ്മൾ മറ്റുള്ളവരുടെ സ്വരം കേൾക്കുവാൻ സാധിക്കും. സെൻറ് ജോണിൻ്റെ പുസ്തകത്തിൽ, ലേഖനത്തിൽ പറഞ്ഞേക്കുന്നതാ, നിങ്ങൾക്ക് തമ്പുരാനെ കാണാൻ കഴിയില്ല, ജീവിക്കുന്ന ആൾക്കാരിൽ നിന്ന് തമ്പുരാനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ. എല്ലാ മനുഷ്യരും തമ്പുരാന്റെ രൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ മുഖങ്ങളിൽ തമ്പുരാനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, അവരുടെ വാക്കുകളിൽ തമ്പുരാനെ ശ്രമിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്ന്. അവരുടെ കേൾക്കുവാനും അവരിലൂടെ തമ്പുരാനെ മനസ്സിലാക്കുവാനും അവരിലൂടെ തമ്പുരാനിലേക്ക് പൂർണ്ണതയിലേക്ക് എത്താനും നമുക്ക് കഴിയണം എന്നാണ് പോപ്പ് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിനെല്ലാം മൂലദാനം ആ തമ്പുരാന്റെ ക്ഷമ, ആ തമ്പുരാന്റെ ഫോർഗീവ്നെസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് മറ്റുള്ളവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും എന്ന് ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിലും വരുന്ന ആരാധനയിലും നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി, എൻ്റെ കുറ്റങ്ങളും കുറവുകളും തമ്പുരാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിന് വേണ്ടി, തമ്പുരാൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു, എന്നെ ഞാനെന്ന അവസ്ഥയിൽ തമ്പുരാൻ സ്നേഹിക്കുന്നു, തമ്പുരാൻ വളർത്തുന്നു എന്ന് ആ വിശ്വാസത്തിൽ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരോട് നന്മ ചെയ്യുവാനുള്ള കൃപയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ സമൂഹത്തിലൂടെ മറ്റ് സോഴ്സുകളിലൂടെ തമ്പുരാൻ്റെ സ്വരം കേൾക്കുവാൻ കഴിയുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതിനെ നമ്മൾ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.